ലോകത്തിൽ ഒരു പെർഫോമിംഗ് ആർട്സിൽ ഇത്രയും റിഗറസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് വേറെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കേരള കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ള കലകൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ആവരുത്. അതെ. പുതിയ തലമുറയുടെ ഇമാജിനേഷനെ നമുക്ക് ഇവോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആർട്ട് ഫോമും നിൽക്കാൻ പോകുന്നത്. അതെ, എത്ര ക്ലാസിക്കലാണെന്ന് പറഞ്ഞാലും നിൽക്കില്ല. നിൽക്കാൻ ഇറ്റ്സ് എ ഫാക്ട്. മുപ്പത്തഞ്ച് വർഷമായി അവിടെ സ്കൂൾ തുടങ്ങിയിട്ട്. ഈ 35 വർഷത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറ്റങ്ങളൊന്നും ഈ സ്കൂളിൻ്റെ കരിക്കുലത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് മോഹിനിയാട്ടത്തിലാണ്, പിന്നെ ഉണ്ടായിരുന്ന ചെണ്ടയാണ്. ചെണ്ട, ഈ രണ്ട് വിഷയങ്ങൾക്കാണ് ഏറ്റവും കൂടുതലുള്ള വി വെർ കേപ്പബിൾ ഓഫ് ഫില്ലിംഗ് ദോസ് സീറ്റ്സ്. മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും പ്രശ്നങ്ങളാണ്. ഒരു ചിന്തയോടുകൂടി ഒരു കലാകാരൻ പുറത്തിറങ്ങണമെങ്കിൽ ഈ റിക്വയർ ജനറൽ എഡ്യൂക്കേഷൻ. പുറത്തിറങ്ങി മറ്റുള്ള ഒരു പൊതുസമൂഹത്തിൽ അവൻ്റെ ആ കുട്ടിയുടെ പ്രായത്തിലുള്ളവരുമായിട്ട് ഈ ഷുഡ് ബി ഈക്വൽ ടു ദം. അവിടെ ഒരിക്കലും ഈ കുട്ടി പിന്നോക്കം നിൽക്കരുത്. അതും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ്. കഥകളി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി സാമ്പ്രദായികമായിട്ടുള്ള വെന്യൂകൾ മാത്രമാണുള്ളത്. ഉദാഹരണത്തിന് ഇപ്പം കുറച്ച് കഥകളി ക്ലബ്ബുകൾ, പിന്നെ അമ്പലത്തിലെ ഉത്സവങ്ങൾ, ഇതിലേക്ക് ഒതുങ്ങുകയാണ്. ജാതിയുമായി ബന്ധപ്പെട്ട ഒരു ഘടകം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് നിർബന്ധമുണ്ട്. 24 നോട്ടിഫിക്കേഷൻ മുതൽ നമ്മൾ കൃത്യമായിട്ട് റിസർവേഷൻ അനുസരിച്ചിട്ടാണ് അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള പഠനം നടക്കേണ്ടത് അത് കൊണ്ടുവരുന്ന സൊസൈറ്റിയെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ചുമാണ്, അത് കാണുന്നവരെ കുറിച്ചുമാണ്. ബി എ ഹ്യൂമൻ ബീയിങ് ഫസ്റ്റ്, ബിക്കം എൻ ആർട്ടിസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിലാണ് ഏതൊരു സ്ഥാപനവും ഒരു കലാസ്ഥാപനവും നിലനിൽക്കേണ്ടത്. കലാമണ്ഡലത്തിലെ കോഴ്സുകൾ ഇതേപോലെ കാലക്രമേണ കുറെ കൂട്ടി. ഇവിടുത്തെ ഒരു പഠന സമ്പ്രദായം എന്ന് പറയുന്നത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതികളൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ അവര് ഈ പൊതുസമൂഹത്തിനോട് ആ രീതിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിൽ എക്യുപ്ഡ് ആണോ, അങ്ങനെയാ ചോദിക്കുക. എക്യുപ്ഡ് ആണോ എന്ന് മാത്രമല്ല, അവർക്ക് ഇവിടെ നിന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടെയാണല്ലോ, അതിനകത്ത് നിന്ന് ജീവിക്കാൻ പാകത്തിനുള്ള വരുമാന സാധ്യതയുള്ള ഒരു തൊഴിൽ സാധ്യതയുള്ള രീതിയിലേക്കും കൂടി എക്യുപ്ഡ് ആണോ? അങ്ങനെ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? വളരെ സങ്കടത്തോടെ പറയേണ്ടതല്ലെന്നാണ്. കാരണം ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള അവസ്ഥയിൽ, കാരണം പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ 35 വർഷമായി അവിടെ സ്കൂൾ തുടങ്ങിയിട്ട്. 8ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് തുടങ്ങുന്ന 35 വർഷമാവുന്നു. ഈ 35 വർഷത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറ്റങ്ങളൊന്നും ഈ സ്കൂളിൻ്റെ കരിക്കുലത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിലുപരിയായിട്ട് ഈ കുട്ടികൾ പഠിക്കുന്ന 30% ജനറൽ എഡ്യൂക്കേഷനാണ്. ഈ 30% ജനറൽ എഡ്യൂക്കേഷൻ വിൽ നോട്ട് മേക്ക് ഹിം ടു കോമ്പീറ്റ് വിത്ത് ദി ഔട്ടർ വേൾഡ്. അതൊരു വലിയ പ്രശ്നമാണ്. മാത്രമല്ല, പിന്നെ അത് യൂണിവേഴ്സിറ്റി ആയപ്പോൾ ഈ 5 വർഷത്തെ കോഴ്സ്, പിന്നെ ആദ്യം 10ാം ക്ലാസ് തുടങ്ങി, പിന്നെ +2 തുടങ്ങി, പിന്നീട് നമ്മൾ യൂണിവേഴ്സിറ്റി ആയപ്പോൾ വീണ്ടും കോഴ്സ് തുടങ്ങി. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ കലാമണ്ഡലത്തിൽ മഹാകവി വള്ളത്തോൾ ഉണ്ടായിരുന്നപ്പോൾ മാക്സിമം 6 വർഷം 7 വർഷം 8 വർഷം മാക്സിമം കഥകളി പഠിപ്പിച്ചിരുന്നു. ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം എൻ്റെ ഇവിടുത്തെ ഒരു പഴയ ഗുരുനാഥൻ പറഞ്ഞ 60കളിലോ മറ്റാണ് ഇവിടെ പരീക്ഷ എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടാകുന്നത്. അതൊരു പരീക്ഷ എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടാകുന്നില്ല എന്നാണ് കേട്ടിട്ടുണ്ട്. 50കളിലും 60കളിലാണ് അതുവരെ പരീക്ഷ ഉണ്ടായിരുന്നില്ല. യു ഗെറ്റ് ട്രെയിൻഡ് ആൻഡ് ഗോ ഔട്ട്. ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ മാറിയ സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് അന്ന് 4 വർഷം കൊണ്ടോ 6 വർഷം കൊണ്ടോ ഒരു ആർട്ടിസ്റ്റ് പ്രൊഫഷൻഡ് ആയിട്ട്, അല്ലെങ്കിൽ വെൻ ഹി വാസ് ഗെറ്റിംഗ് എ പ്രൊഫഷൻസി ഇൻ ദി ഫോം പ്രൊഫഷണലി, ഈ 10 വർഷം ഇറ്റ്സ് ആൾവേസ് ക്വസ്റ്റ്യനബിൾ. ഈ 10 വർഷം ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സബ്ജക്റ്റുകളും 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ പഠിച്ചു തീരാവുന്ന സബ്ജക്റ്റുകളും ഇപ്പോൾ 10 വർഷം എടുക്കുന്നുണ്ട്.
ഓ ഹോ ഹോ. അങ്ങനെയുള്ള ധാരാളം ആർട്ട് സബ്ജക്ട്. അപ്പൊ അത് അങ്ങനെ വരുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ ഡിലേ വരുന്നത്? അങ്ങനെയാണിത് ഇപ്പൊ Structured അല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ആയി പോയി. ഓ. അപ്പൊ ഇതിനകത്ത് സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് അതിപ്പോ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ഒരു വർഷം മുതൽ ധാരാളം മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നു. ടൈം ബൗണ്ട് ആയിട്ട് പോകണം. ടൈം ബൗണ്ട് ആയിട്ട് പോകണം. മാത്രമല്ല 2 വർഷം കൊണ്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൊണ്ട് പഠിക്കുക. അതിനുശേഷം കുറച്ചുകൂടെ അതുമായി അനുബന്ധമായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക. ഉദാഹരണത്തിന് ഇപ്പം ചുട്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോസ്റ്റ്യൂം മേക്കപ്പും അല്ലെങ്കിൽ കിരീടും ഒക്കെ ആയിട്ട് ഫേസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്. അത് ആക്ച്വലി ഒരു ലിറ്ററലി സ്പീക്കിംഗ് ഒരു 3-4 വർഷം കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ എത്ര വർഷം എടുക്കുന്നത്? 10 വർഷം. ആ ഒരു കോഴ്സ് 10 വർഷം പഠിക്കുന്നുണ്ടേ. അപ്പൊ അത് മാറ്റേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. കാരണം ഒന്നുകിൽ ഈ ഷുഡ് ബി ഏബിൾ ടു ഡു സംതിങ് എൽസ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് സീനോഗ്രാഫി പഠിക്കുക, മേക്കപ്പ്, പുതിയ മേക്കപ്പ് പഠിക്കുക, സെറ്റ് ഡിസൈനിങ് പഠിക്കുക, അതേപോലെ ഇപ്പോൾ ഈവൻ ഡിജിറ്റൽ ആർട്ട് പഠിക്കുക, പ്രോസ്തറ്റിക്സ് പഠിക്കുക, മേക്കപ്പിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ എന്താ കൂടുതൽ എക്സ്പോഷർ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ +1 ലെവലിൽ തുടങ്ങുക. അതുപോലെ 8ാം ക്ലാസ്സിൽ തന്നെ തുടങ്ങുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ തന്നെ തുടങ്ങി. അപ്പം കുട്ടി പഠിച്ചു തരേണ്ടത് ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പഠിച്ചു കഴിയും. അപ്പൊ പിന്നെയും ഈ ഹാസ് ടു കണ്ടിന്യൂ. കാരണം ഇതിനകത്ത് വല്ലാത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് ജനറൽ എഡ്യൂക്കേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത് പലപ്പോഴും ഈ കുട്ടികളെ പുറത്ത് പോയി ഇപ്പോൾ ഒരു കോമ്പീറ്റ് ചെയ്യാൻ, ഇപ്പോൾ വേറൊരു അഡ്മിഷന് പോകുമ്പോഴും ഒരു അഡ്മിഷന് വേണ്ടി ഒരു ടെസ്റ്റ് എഴുതുമ്പോഴും പിന്നിലായി പോകുന്നുണ്ട്. അത് പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഞാൻ കൗതുകം കൊണ്ട് ചോദിക്കണം, ഇപ്പൊ ഭാഷയിലുള്ള നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ടോ? ഭാഷാ ജ്ഞാനമൊക്കെ അതെല്ലാം ആ ഒരു പ്രശ്നങ്ങളുണ്ട്. ദാറ്റ് മീൻസ് ഓൺലി 30%. ജനറൽ എഡ്യൂക്കേഷൻ വലിയ വേരിയേഷൻ ആണത്. അത് ഇവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു കുട്ടികളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാരണം ഇത് പലപ്പോഴും ഒരു ചിന്തിക്കാനുള്ള പ്രാപ്തിയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ചിന്തയോടുകൂടി ഒരു കലാകാരൻ പുറത്തിറങ്ങണമെങ്കിൽ റിക്വയർ ജനറൽ എഡ്യൂക്കേഷൻ, സഫീഷ്യന്റ് ജനറൽ എഡ്യൂക്കേഷൻ. മാത്രമല്ല പുറത്തിറങ്ങിയ മറ്റുള്ള ഒരു പൊതുസമൂഹത്തിൽ ആ കുട്ടിയുടെ പ്രായത്തിലുള്ളവരുമായിട്ട് ഈ ഷുഡ് ബി ഈക്വൽ ടു ദം. അത് വേറൊരു തരത്തിൽ അവിടെ ഒരിക്കലും ഈ കുട്ടി പിന്നോക്കം നിൽക്കരുത്. അതും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടി ഒരു കാര്യത്തിലും മറ്റേ ജനറലായിട്ടുള്ള ഒരു കാര്യത്തിലും മറ്റുള്ളവരിൽ നിന്ന് പിന്നിലാവരുത് എന്നുള്ളൊരു നിഷ്കർഷ സ്ഥാപനത്തിനുണ്ടാവണം. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. എനിക്ക് തോന്നുന്നു അത് മാറ്റം വരും എന്ന് തോന്നുന്നു. കാരണം എന്ത് തരത്തിലുള്ള മാറ്റമാണ്? അങ്ങനെയുള്ള ഫീഡ്ബാക്ക് കുട്ടികളുടെ ഭാഗത്ത് തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത പല കുട്ടികളും തന്നെ അങ്ങനെയുള്ളൊരു റെസ്പോൺസ് തരുന്നുണ്ട്. അത് മാറും തന്നെയാണ് പ്രതീക്ഷ. കാരണം മാറ്റം അത് ആവശ്യമാണ്. കാരണം അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വരുന്ന കുട്ടികളോടും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ പുതിയൊരു തലമുറയോടും ചെയ്യുന്നൊരു അനീതിയായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ കുട്ടി എന്തായാലും 70% പഠിക്കുന്നത് ആർട്ട് തന്നെയാണല്ലോ. ആ ആർട്ട് വെച്ചിട്ട് അവര് പൊതുസമൂഹത്തിൽ അവർക്ക് തൊഴിലെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ സക്സസ്ഫുൾ ആണോ ഈ പറയുന്ന എല്ലാവരും? അതോ എത്ര ശതമാനം അതിലെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികള് നോ ഡൗട്ട് ദേ ആർ പ്രൊഫിഷ്യന്റ്. ആ ഒരു റിഗറസ് എന്താ പറയുക പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ വളരെ പ്രൊഫിഷ്യൻ്റാണ് അവരുടെ ഫോമിൽ. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഒരു പെർഫോമിംഗ് ആർട്സിൽ ഇത്രയും റിഗറസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിൽ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി പ്രൊഫഷണലാണ്. പക്ഷേ അവരുടെ അവന്യൂസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. കാരണം അവന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും കഥകളി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി സാമ്പ്രദായികമായിട്ടുള്ള വെന്യൂകൾ മാത്രമാണുള്ളത്. ഉദാഹരണത്തിന് ഇപ്പം കുറച്ച് കഥകളി ക്ലബ്ബുകൾ, പിന്നെ അമ്പലത്തിലെ ഉത്സവങ്ങൾ, ഇതിലേക്ക് ഒതുങ്ങുകയാണ്. അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തായിട്ട് ഈ ഫോമിനെ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിലൂടെയോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് പെർസ്പെക്റ്റീവിലൂടെയോ കാണാനുള്ള ഒരു പ്രാപ്തി കുട്ടിക്കുണ്ടാവണം. അതിനുള്ളൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കുട്ടിക്കുണ്ടാവണം. പിന്നെ ഈ കുട്ടിയെ നമ്മൾ ഈ ഒരു പുതിയ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കി വേണം പുറത്തേക്ക് വിടാൻ. കാരണം
കഥകളി പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോഡേൺ തിയേറ്ററിൽ ഒരു ആക്ടറെ ട്രെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഈ ഫോമിൽ തന്നെ പുതിയ പുതിയ ഒരു ഇമാജിനേഷൻസ് കൂടിയുള്ള എഫേർട്ടുകൾ അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻസ് കൊണ്ടുവരുത്താൻ കഴിയണം. കാരണം ഇതെപ്പോഴും നമ്മൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് എന്താ പറയുക ചേഞ്ചബിൾ അല്ല എന്ന് പറയാം. നമുക്ക് എപ്പോഴും ചേഞ്ചബിൾ ആണ്. ഇറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ്. അത് സംഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ മാറ്റിയില്ലെങ്കിൽ അത് മാറും. പക്ഷെ പലപ്പോഴും നമ്മൾ മാറ്റം നമ്മളിപ്പോൾ ഒരു 5 വർഷം മുമ്പുള്ളൊരു ഫോമും 5 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു ഫോമും തമ്മിൽ നോക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ മാറ്റം അറിയാം. കാരണം ഇതൊരു മാറ്റം എന്ന് പറയുന്ന ഒരു ഫോമിന് അനുസ്യൂതമായ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ. അപ്പൊ അതിനെനിക്ക് തോന്നുന്നു ഒരു പുതിയ തരത്തിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇമാജിനേഷനെ അത്രമാത്രം കോൺഫിഡൻസ് കുട്ടികൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ എഫേർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ആ രീതിയിൽ ഇപ്പം ധാരാളം ലെക്ചറുകളും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ആസ്ട്രേലിയ എന്നുള്ളൊരു പ്രൊഫസർ വരുന്നുണ്ട്, പീറ്റർ കുക്ക്, സീനോഗ്രാഫി കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി. കാരണം അത് സീനോഗ്രാഫി, ലൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾക്ക്. അൺഫോർച്ചുനേറ്റ്ലി അത് അങ്ങനെ ആ ഒരു ഏരിയകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എന്താണ് കോസ്റ്റ്യൂം മേക്കിംഗ്, കോസ്റ്റ്യൂമിൻ്റെ ലൈൻ എന്താണ്, കളർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കുട്ടികൾ അറിയണം. അത് പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതിന് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ പലരും ഇത് വിട്ടിട്ട് മറ്റ് പല മേഖലകളിലേക്കും, നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ എക്സ്പ്രഷൻ്റെ നല്ല മേഖലയിലേക്ക്, ഇവരുടെ മേഖലകളിൽ നിന്ന് ഈ നല്ല മേഖലയിൽ നിന്ന് തന്നെ മറ്റ് നല്ല മേഖലകളിലേക്കും ഇവർ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് കൂടിയാട്ടം ട്രെയിൻഡ് ആയിട്ടുള്ള പലരും എന്താ പറയുന്നത് ആക്ടർ ട്രെയിനേഴ്സായിട്ട് പലയിടത്തും വർക്ക് ചെയ്യുന്നു. ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം തിയേറ്റർ ട്രെയിനിങ്ങിന്, ഫിസിക്കൽ ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ അതർ മാച്ച്. എക്സലന്റ് ആണ്. പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ MA കഥകളി എന്ന് പറഞ്ഞാൽ ദേ കനോട്ട് അപ്ലൈ ഫോർ എ പോസ്റ്റ് ഇൻ സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂർ ഓർ ഇൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ബട്ട് ഇറ്റ് ഈസ് ആൾവേസ് എ പാർട്ട് ഓഫ് ദെയർ കരിക്കുലം. അതിപ്പോൾ ആരെങ്കിലും ഒക്കെ പോയി പഠിപ്പിക്കുകയാണ്. ഇപ്പം പക്ഷേ മോഡേൺ ആക്ടർ ട്രെയിനിങ്ങിന് പോലും ദിസ് ട്രെയിനിങ് ഇസ് ഗുഡ്. അത് കൊടുക്കാവുന്നതാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിലേക്ക് ചിന്തിക്കാനും ആ രീതിയിലേക്ക് അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം ഗവേഷണങ്ങളിലേക്ക് എത്താനും ഒരു ഇന്നോവേഷൻ, പ്രാക്ടീസ് ബേസ്ഡ് ഇന്നോവേഷനിൽ എത്താനും കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചുമതലയാണ്. ആ രീതിയിൽ മാറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇവിടെ റിസോഴ്സുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് സർട്ടൻ ഇൻഫർമേഷൻ ആൻഡ് സർട്ടൻ ചാനലൈസേഷൻസ്. പോളിസി ഡിസിഷൻസിലാണോ പ്രശ്നങ്ങൾ വരുന്നത്? ഇല്ലില്ല. നമ്മൾ ഈ പഠന പദ്ധതിയിൽ കുറച്ച് അഡീഷൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ മാറും. സംഗതികൾ മാറാവുന്നതാണ്, മാറ്റാവുന്ന ആ ഒരു രീതിയിൽ. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇവിടുന്ന് ആദ്യത്തെ ബാച്ചിലാണ്, രണ്ടാമത്തെ ബാച്ചിൽ പഠിച്ചിറങ്ങിയ മിസ്റ്റർ മാധവൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ വേൾഡ് തിയേറ്റർ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വളരെ ഇമ്മൻസ്ലി കോൺട്രിബ്യൂട്ടറാണ്. കാരണം വെച്ചാൽ ആർക്കും അറിയില്ല. ഉദാഹരണത്തിന് മൈക്കിൾ ചെക്കോ എന്ന് പറയുന്ന സ്റ്റാനിസ്ലാവ്സ് ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ പുതിയ ആക്ടിങ് ഒരു അഭിനയ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കഥകളിയുമായി ബന്ധപ്പെട്ട പ്രാക്ടീസിന്റെ ഭാഗമാണ്. ഉദാഹരണത്തിന് ഇപ്പം മാജിക്കൽ സെന്റർ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ടോ മൈക്കിൾ ചെക്കോവിൻ്റെ? അതായത് എനർജി ഒരു വ്യാപനം, റേഡിയേഷനാണ്. ശരീരത്തിൽ എങ്ങനെയാണ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്? അത് നമ്മളെ കഥകളിയിലൊക്കെ നമ്മൾ വായുവിൻ്റെ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. രസവായു എന്നൊക്കെ പറഞ്ഞപ്പോൾ പുതിയ കുഞ്ഞുണ്ട് തമ്പുരാൻ്റെ ചില ഐഡിയകളെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അതൊക്കെ വരുന്നത് ശ്രീ മാധവന്റെ ഇന്റർവെൻഷനാണ്. അതായത് നമ്മളൊരു എന്താ പറയുന്ന ഒരു 20ാം നൂറ്റാണ്ട് ആദ്യം അല്ലെങ്കിൽ 50കളിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളാണോ? ഓക്കെ, അങ്ങനെയുള്ള ധാരാളം സ്കോപ്പ് ഇതിലുണ്ട്, ധാരാളം സാധ്യതകളുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ സാധ്യതകളെ കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമാണത്. അതിന് ധാരാളം ഓപ്പൺ അപ്പ് അവന്യൂസ്. മലയാളി ഡയസ്പോറ എന്ന് പറയുന്നത് പോലെ ഒരു കലാമണ്ഡലം ഡയസ്പോറ ലോകം ഉണ്ടല്ലോ. ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള ആളുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാമണ്ഡലത്തിന്റെ അങ്ങനെ ഉണ്ടല്ലോ. ഇതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കലാമണ്ഡലം ആണ് എന്ന് അറിയപ്പെടുന്നത്. അത് എത്രത്തോളം വ്യാപകമാണ്? ഈ കലാമണ്ഡലം ഡയസ്പോറ എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ്? കലാമണ്ഡലം ഡയസ്പോറ ഒന്നൊരു ഡയസ്പോറയ്ക്ക് ഇന്ത്യൻ ഡയസ്പോറ, അല്ലാതെ ഒരു കലാമണ്ഡലം എന്താ പറയുക ഒരു അലുമിനി വേറെ ഉണ്ട്. അല്ലാതെ തന്നെ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ ധാരാളം പേര് കലാമണ്ഡലത്തിൽ പഠിച്ചവരുണ്ട്. US പോയി കഴിഞ്ഞാൽ ധാരാളം പേരുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ പലരും
പക്ഷേ പഠിച്ചിറങ്ങിയ പലരും മെജോറിറ്റി ഓഫ് ദം ആർ ഇൻ ഡാൻസിലൊക്കെയാണ് കൂടുതൽ. ഓക്കെ കഥകളി തുടങ്ങിയ ഫോം അല്ലെങ്കിൽ കൂടിയാട്ടം തുടങ്ങിയ ഫോമിലൊന്നും അങ്ങനെ കൂടുതൽ ആൾക്കാർ. കൗതുകം കൊണ്ട് ചോദിക്കുക, ഇതിന്റെ ഒരു പെർസെന്റേജ് എത്ര? കഥകളി പഠിക്കാൻ വരുന്ന കുട്ടികളുടെയും മറ്റ് ഫോമുകൾ പഠിക്കാൻ കഥകളിയും കൂടിയാട്ടവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്? അത് ഇവിടെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് മോഹിനിയാട്ടത്തിനാണ്. ഓക്കെ, മോഹിനിയാട്ടത്തിന് ഒരു 1:20, 1:10 ഒക്കെ രീതിയിൽ വരാറുണ്ട്, ആപ്ലിക്കേഷൻസ് വരണം. പിന്നെ ഉണ്ടായിരുന്ന ചെണ്ടയാണ്. ചെണ്ട. ഈ രണ്ട് വിഷയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വി വെർ കേപ്പബിൾ ഓഫ് ഫില്ലിംഗ് ദോസ് സീറ്റ്സ്. പക്ഷെ മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും പ്രശ്നങ്ങളാണ്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള കുട്ടികൾ കിട്ടാറില്ല, വരാറില്ല. കൂടിയാട്ടത്തും മോശമാണ്. തുള്ളലിന് ഉണ്ട് കുറച്ച്, എന്ന് വെച്ചാൽ അത്ര വലിയ പ്രോമിസിങ് അല്ലെങ്കിൽ തുള്ളലിനുണ്ട്. അപ്പം അതിന് പലപ്പോഴും തുള്ളലിലും കൂടിയാട്ടത്തിലും അത് പലപ്പോഴും കാണുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പല വിഷയങ്ങൾക്കും കിട്ടാത്ത കുട്ടികൾ മറ്റെല്ലാം ജോയിൻ ചെയ്യും. അങ്ങനെ പിന്നെ അതിൽ അവർ എക്സൽ ചെയ്യാറുണ്ട്. അങ്ങനെയും അത് സംഭവിക്കാറുണ്ട്. പക്ഷേ കൂടിയാട്ടം പുരുഷവേഷത്തിന് വളരെ കുറച്ച് ആൾക്കാരുണ്ട്, വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ 4-5 പേരുള്ളൂ. 10 വർഷം കൂടെ 4-5 പേരേ ഉള്ളൂ, വളരെ മിനിമമാണ്. അതേപോലെ ചുട്ടി പോലുള്ള കോഴ്സുകൾക്കൊക്കെ ഇതൊരു കാരണമാണ്. അതായത് ഇപ്പൊ ഇൻക്ലൂസീവ് ആവുക. ഇപ്പൊ ഈ ആർട്ട് ഫോമിന് ഇപ്പൊ കഥകളിക്കായാലും കൂടിയാട്ടത്തിനൊക്കെ ആയാലും ഒരു തോന്നലുള്ളത് അത് പഠിക്കേണ്ട ചില വിഭാഗങ്ങളുണ്ട്, ചില ആൾക്കാർക്ക് മാത്രം സാധ്യമാവുന്ന ഒന്നാണ്. എല്ലാ പെർഫോമിംഗ് ആർട്സിന്റെ കാര്യത്തിലും ഈ ഒരു നമ്മളത് ക്രിട്ടിക്കലായിട്ടും പറയാറുണ്ട്. കുറേയൊക്കെ റിയാലിറ്റി ഉണ്ട് അതിനകത്ത്. ഒരു സവർണമാണ് ഇതിൻ്റെ കല പഠനം എന്നുള്ള രീതി ഉണ്ടല്ലോ. അപ്പം അത് ഇതിലേക്ക് കുട്ടികൾ വരുന്നതിനെ തടയുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ വന്നതിന് ശേഷമാണ് മോഹിനിയാട്ടത്തിൽ ഒരു ആൺകുട്ടി അല്ലേ വന്നത്, ഒരു അധ്യാപകൻ ഭരതനാട്യത്തിൽ ആദ്യമായിട്ട് RLV രാമകൃഷ്ണൻ വരുന്നു. അത്തരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് ഈ ജെൻഡർ എന്നുള്ളതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂസീവ് ആവുക, അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ജാതി വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ നേരിട്ടോ അല്ലാതെയോ പലപ്പോഴും അഡ്മിഷനിൽ നിൽക്കുന്നില്ലെങ്കിലും പക്ഷെ വരുന്നവരിൽ അതുണ്ടാവുന്ന സംശയം വരുമ്പോൾ അത് സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടേതല്ല എന്നുള്ള, നമ്മുടെ ഒരു ഫോം അല്ല എന്നുള്ളൊരു പെർസെപ്ഷൻ ഉണ്ട്. അത് പലപ്പോഴും നമ്മളിപ്പം അത് പൊതുവെ പല സ്ഫിയറിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തന്നെ പലരും എന്താ പറയുക, ഇവിടുന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു പഞ്ചവാദ്യവുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും എന്താ പറയുക പ്രത്യേക സമുദായത്തിലുള്ളവർ പലപ്പോഴും അനുവദിക്കാറില്ല. അത് പലപ്പോഴും അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത് പല സ്ഥലത്തും അത് നിലനിൽക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റും. ഇറ്റ്സ് എ ഫാക്ട്. കൂടൽമാണിക്യത്തിലൊക്കെ വിഷയങ്ങൾ അത് ഇറ്റ്സ് എ ഫാക്ട്. അത് പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മൾ കലാമണ്ഡലത്തിൽ വളരെ ഇൻക്ലൂസീവായിട്ടൊരു നിലപാട്, പോളിസി, ഇറ്റ്സ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ it should be always എന്താ പറയുന്നത്, we should be faithful to the constitution always. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കലാരൂപങ്ങളെ കൂടുതൽ ഇൻക്ലൂസീവ് ആവേണ്ടതുണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ടൈം. ഇപ്പൊ കാലത്തിന്റെ ആവശ്യമാണ് മാത്രമല്ല. പക്ഷെ ഒരിക്കലും ഇത് അങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു എന്താ പറയുക, ഈ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിലവിലുള്ള ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു അഡ്മിഷൻ കമ്മിറ്റി വരുന്നുണ്ട്, അതിനകത്ത് എല്ലാ റെപ്രസെൻറ്റേഷൻസും ഉണ്ടാവാറുണ്ട്, ഇൻക്ലൂഡിങ് മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ. അതേപോലെ തന്നെ എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും റെപ്രസെൻറ്റേഷനോടുകൂടിയാണ് അഡ്മിഷൻ കമ്മിറ്റി. അങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത്? അവാർഡ് കമ്മിറ്റി അല്ല, ഇപ്പം അങ്ങനെയാണോ അങ്ങനെ ചെയ്തുള്ളൂ. ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരു മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഈ അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് തിരിച്ച് അതിൻ്റെ എന്തെങ്കിലും ഒരു ആ റേഷ്യോ അനുസരിച്ച് തന്നെ ലിസ്റ്റ് ഇടണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മിക്കവാറും ഇപ്പം ഈ വർഷം അത് അതിനനുസരിച്ചാണ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അടുത്ത വർഷം മുതൽ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനൊരു ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ആ ഒരു എന്താ പറയുന്ന ഒരു സാമുദായിക അല്ലെങ്കിൽ ഒരു ജാതിയുമായി ബന്ധപ്പെട്ട ഒരു ഘടകം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് നിർബന്ധമുണ്ടത്. കാരണം ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കാരണം ഇതൊരു
ഒരു ഒരു സമൂഹത്തിലെ ഒരു സാംസ്കാരിക ആവിഷ്കാരം എല്ലാവർക്കും ആവശ്യപ്പെട്ടതാണ്. ബൈ ഡീഫാൾട്ട് പഴയ കാലഘട്ടത്തിൽ അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റി മാത്രം കൊണ്ടു നടന്നിരുന്നു എന്നുള്ളത് കൊണ്ട് മറ്റ് സമൂഹത്തിന് മൊത്തം അവകാശപ്പെട്ടതാണ് ബേസിക്കലി. ആ ഒരു എക്കോസിസ്റ്റത്തിലാണ് അത് ഉണ്ടാവുന്നത്. അപ്പം അത് ഇറ്റ് ഈസ് ദി റൈറ്റ് ഓഫ് എവരി വൺ. ആ രീതിയിലാണ് റിസർവേഷൻ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടോ? അത് ആദ്യമായി അത് അഡ്മിഷനും മാത്രമല്ല, അത് നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു റിസർവേഷൻ റോസ്റ്റർ ഉണ്ടാക്കിയത്. ഓക്കെ. ഈ വർഷത്തെ അല്ലെ 2024 ആദ്യത്തെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ തസ്തികകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കാരണം 2019 ആ ഒരു ബെഞ്ച് മാർക്ക് വെച്ചത്, അല്ലെങ്കിൽ ഒരു പോയിന്റ് വെച്ചതൊരു 2019 വെച്ച് അന്ന് MOU നിലവിൽ വന്നു. പക്ഷെ നേരത്തെ തന്നെ ഗവൺമെന്റിന്റെ ആയിരുന്നെങ്കിലും റിസർവേഷൻ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റോസ്റ്റർ തിരിച്ച് നടപ്പിലാക്കിയിട്ടില്ല. അത് എന്താ കാരണങ്ങളെന്ന് അറിയില്ല, പക്ഷെ നടന്നിട്ടില്ലത്. അപ്പം ഈ ഒരു 24 നോട്ടിഫിക്കേഷൻ മുതൽ നമ്മൾ കൃത്യമായിട്ട് റിസർവേഷൻ അനുസരിച്ചിട്ടാണ് അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത്. പക്ഷെ പല റിസർവേഡ് കാറ്റഗറിയിലും നമുക്ക് ആളിനെ കിട്ടുന്നില്ല, ആപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നില്ല. അപ്പൊ അത് തന്നെ ഇറ്റ് ഷോസ് ബോധം മാറാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെ, കാരണം ഇറ്റ് ഷോസ് ദാറ്റ് ഹൗ വി ആർ അവർ ഫോംസ് ആർ വിത്ത് മെനി ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അങ്ങനെ മാറിയിട്ടില്ല. മാറിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം 2 കഥകളി വേഷങ്ങൾ വന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കലാണ് റിസർവേഷൻ ഓർഡറിൽ വരുന്ന പോയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ലാറ്റിൻ കാത്തലിക്കിലേക്ക് ഒരു പോസ്റ്റ് പോയിട്ടുണ്ട്, വിശ്വകർമ്മയിലേക്ക് പോസ്റ്റ് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ചില ETB അതായത് ഇഴവാത്തിയ ബില്ലവയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ആളില്ല. അപ്പം ദാറ്റ് മീൻസ് നമ്മളിപ്പോഴും അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കൊരു അറിവ് തരുന്നുണ്ട്. ഈ റിസർവേഷന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കലാമണ്ഡലം ഹൈദരാലിയെ പോലുള്ള ആളുകൾ, അതുപോലെ മോഹിനിയാട്ടത്തില് ഖദീജയെ പോലുള്ള ആളുകൾ, അവർ പക്ഷേ പിന്നീട് അത് തുടർന്നില്ല. ഹൈദരാലി പിന്നീട് പൊതുവേദികളിൽ സജീവമായിട്ടും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അതിന് പക്ഷേ ഒരു വലിയ തുടർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നീടുള്ള റീസെന്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവാം. കലാമണ്ഡലത്തിന്റെ പേരിന്റെ കൂടെ ഒരു മുസ്ലിം പേരോ അല്ലാത്ത പേരുകളോ ചേർത്ത് നമ്മൾ അധികം കേട്ടിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുട്ടികൾ വരുന്നുണ്ട്, പക്ഷെ അത് വ്യാപകമായ രീതിയിൽ അങ്ങനെ കുട്ടികൾ വരുന്നില്ല. വലിയ പ്രശ്നം. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു മറ്റേ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വളരെ കുറവാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നില്ല. ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അങ്ങനെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അതേപോലെ പക്ഷെ അത് ഇവിടെ മറ്റ് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പം ഒരു കലാമണ്ഡലമൊക്കെ ഇതിൻ്റെ ഒരു ഫോർമാറ്റിംഗ് പീരീഡിൽ ആദ്യത്തെ കമ്മിറ്റിയിൽ ക്രിസ്ത്യൻസും ഒക്കെ ഉള്ളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആദ്യം. വള്ളത്തോൾ കോഴിക്കോട്ട് അങ്ങനെ ആദ്യത്തെ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒരിക്കലും ഇതൊരു അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു വിഷൻ ഫോർമേഷൻ ഡേയിൽ അല്ലെങ്കിൽ വള്ളത്തോളിനെ സമയത്ത് വളരെ സെക്കുലർ തന്നെ ആയിരുന്നു. പക്ഷെ പിന്നീടുള്ള എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ ഒരു ഫോംസിന് വന്നിട്ടുള്ള ധാരാളം ബാഗേജുകളുണ്ടല്ലോ, സവർണ ബാഗേജ്. ആ ബാഗേജുകൾ പലപ്പോഴും ഇതിന് കാരണമായിട്ട് റെസ്ട്രിക്റ്റ് ആൾക്കാരെ വരുന്നതിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ മിത്തുമായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ, മിത്തോളജിയുമായിട്ടുള്ളൊരു ബന്ധം ഒരുവേള അത് ബാധിച്ചിട്ടുണ്ടാവും മറ്റ് ആൾക്കാർ വരുന്നതിൽ നിന്നും. പക്ഷെ ആക്ച്വലി അതിനെ ഒരു ഫിക്ഷണലായിട്ട് കാണേണ്ട കാര്യമേ ഉള്ളൂ പല ചുറ്റുപാടിലും. കാരണം ഇപ്പം നമ്മളിപ്പം ഗ്രീക്ക് വർക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അല്ലേ വരുന്നത്. പക്ഷേ പിന്നെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ഈ അനുഷ്ഠാനത്തിന്റെ അംശങ്ങളൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. അനുഷ്ഠാനത്തിന് ഈ നമ്മൾ പിന്നീടുള്ള കോഴ്സുകളൊക്കെ ആഡ് ചെയ്തപ്പോഴൊക്കെ തന്നെ ഇപ്പൊ കേരളത്തിലെ കലകൾ എന്ന് പറയുമ്പോഴും നമ്മൾ ഹൈന്ദവമായതും സവർണവുമായതുമായിട്ടുള്ള കലകൾ തന്നെ കോഴ്സുകളൊക്കെ ആയിട്ട് കൂട്ടി. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ആദിവാസിയിൽ നിന്ന് കുട്ടികൾ അവർക്ക് ഒരു തരത്തിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ കാഴ്ചയിലോ അവരുടെ ആസ്വാദനത്തിലോ അവരുടെ ഒരിക്കൽ പോലും ഇവർ എക്സ്പോഷർ ഇല്ലാത്തൊരു കാര്യമായിരിക്കും കലാമണ്ഡലത്തിലെ കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവരെ ഈ ക്ലാസിക്കൽ കലകൾ പഠിപ്പിക്കുകയാണോ വേണ്ടത്, ആദിവാസികളുടേതായ ക്ലാസിക്കൽ കലകളെ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണോ വേണ്ടതെന്നുള്ളൊരു ചോദ്യം വരില്ലേ? അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമ്മളൊരു എക്സ്പോഷർ എന്ന രീതിയിൽ 2 വർക്ക്ഷോപ്പ് നമ്മൾ നടത്തി. ഈ മറ്റേ ഒരു NGO ഗവൺമെൻറ് ഒരു NGOയുമായി ബന്ധപ്പെട്ടിട്ട് മഹിളാ സമാഖ്യ എന്തോ ഒരു ഓർഗനൈസേഷൻ ബന്ധപ്പെട്ടിട്ട് നമ്മൾ പല ഊരുകളിൽ നിന്ന് കുട്ടികളെ ഇവിടെ കൊണ്ടു നമ്മളൊരു കുറച്ചൊരു ചെറിയ എക്സ്പോഷർ കൊടുത്തിരുന്നു.
പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു ഒരു എന്താ പറയുക, ഒരു ട്രെയിനിങ് കൊടുക്കുക. ഒപ്പം അവിടെയുള്ള ഫോംസ് നമ്മളും കൂടെ പഠിക്കേണ്ടതുണ്ട്. ബേസിക്കലി അതൊരു വലിയ പ്രശ്നമാണ്. കാരണം കേരള കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ള കലകൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ആവരുത്. അതിൽ കുറച്ചുകൂടി ഈ ഫോമിന്റെ കാര്യത്തിലും ആൾക്കാരുടെ കാര്യത്തിലും മാത്രം, ഫോമിന്റെ കാര്യത്തിൽ നമ്മൾ ഇൻക്ലൂസീവ് ആവണം എന്നുള്ള നിലപാടുള്ള ആളാണ് ഞാൻ. അപ്പം അടുത്ത ഒരു ഒന്നാമത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഇവിടുത്തെ തന്നെയുള്ള ഇപ്പൊ ചവിട്ട് നാടകം, അതെ, നമുക്ക് ഒരു അത് വളരെ നല്ല ഒരു വളരെ ക്ലാസിക്കലായിട്ടുള്ള സ്വഭാവം ഒരു കലയാണത്. ഇനിയും അത് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ നിന്നു. അപ്പൊ അതിനുള്ളൊരു കേരള കലാമണ്ഡലം എന്ന രീതിയിൽ നമുക്ക് എല്ലാ ഫോമുകളും ഇപ്പൊ ദഫ്മുട്ടുണ്ട്. അങ്ങനെയുള്ള ഫോമുകൾക്ക് നമുക്കൊരു അവന്യം ഉണ്ടാവണം. അത് ആവശ്യമാണ്. അത് കാരണം ഒപ്പം എന്താ പറയാ, മറ്റുള്ള ആൾക്കാർ ഇവിടേക്ക് ഇതിൽ എല്ലാ ഫോമുകളും അവൈലബിൾ ആയിരിക്കണം. അതാണ് നമുക്കൊരു ആ രീതിയിൽ അതെ എല്ലാ ഫോമുകളും എല്ലാവർക്കും അവൈലബിൾ ആകുക എന്നുള്ളൊരു നിലയിലേക്ക് കലാമണ്ഡലം വളരേണ്ടതുണ്ട്. അതിനെനിക്കൊന്നൊരു ആ രീതിയിൽ ഒരു കുട്ടികളെ ആ ഒരു ഇമാജിനേഷൻ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരിക്കലും നമ്മളൊരു വൈജ്ഞാനിക മേഖലയായിട്ട് കാണുന്നില്ല. നമ്മൾ ഈ നമ്മുടെ അവതരണ കലകളെ വിശേഷിച്ചും പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഫോക്ലോർ ആയാലും ശരി, നമ്മൾ അതിനെ വി ഡോണ്ട് സീ ഇറ്റ് ഇസ് എ ഫീൽഡ് ഓഫ് എപ്പിസ്റ്റമോളജി. അത് നമ്മൾ ചെയ്യുന്നില്ല. അത് വരാതെ നമ്മളിതിന് ഒരു സ്റ്റാറ്റസിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് വി ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. ആ രീതിയിലുള്ളൊരു അത് പലപ്പോഴും ഈ എന്താ പറയുക, ഇതിനെ ഒരു റെക്കഗ്നൈസ്ഡ് ഡൊമൈനായിട്ട് ഒരു ഡിസിപ്ലിനായിട്ട് മാറണം. അപ്പം അത് കലാമണ്ഡലം കൊണ്ട് മാത്രം നടക്കില്ല. ആ രീതിയിലേക്ക് മാറാനുള്ള സംവിധാനം നമുക്കൊരു പൊളിറ്റിക്കൽ ഒരു വിഷനൂടെ നമുക്ക് ഉണ്ടാവണം. അതിനാണ് ഇപ്പൊ നമ്മള് അത് ആ ഒരു പൊളിറ്റിക്കൽ വിഷൻ ഉണ്ടാവണം. ദാറ്റ് വിഷൻ വി കനോട്ട് ബ്ലെയിം ദി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയും, ബിക്കോസ് ദാറ്റ് പൊളിറ്റിക്കൽ വിഷൻ ഷുഡ് കം ഫ്രം ദി ആർട്ടിസ്റ്റ്. അതെ, ആ രീതിയിൽ ഇപ്പം അത് നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സമൂഹത്തിന്റെ ആവശ്യമായിട്ട് ദാറ്റ് മീൻസ് ഇത് സമൂഹത്തിലുള്ളതാണ്. ഇത് സമൂഹത്തിൽ ഒരു അവിഭാജ്യമായ ഒരു ഘടകമാണെന്നുള്ള ഒരു ധാരണയോടുകൂടി അതിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. യൂണിവേഴ്സിറ്റി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, ടു ബി ഓർ നോട്ട് ടു ബി എന്നൊക്കെ പറയുന്നത്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി പലപ്പോഴും ഒരു മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അതിൻ്റെ ഒരു പവേഴ്സ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ആ ഒരു ലിമിറ്റേഷൻ നമുക്കിപ്പോൾ ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദി റെഗുലേഷൻസ് സ്റ്റിപ്പുലേറ്റഡ് ബൈ UGC. അത് നമ്മുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നു, അത് നമ്മൾ ഫോളോ ചെയ്യുന്നു ആ റെഗുലേഷൻസ്. വേറെ മറ്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ കുറച്ചുകൂടെ സ്വയംഭരണം അതിന് ആക്ട് ആണല്ലോ, അത് ആക്ട് കൊണ്ട് രൂപപ്പെടുത്തി വരുന്നു. അതിന് കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ട്. ആ ഒരു രീതിയിൽ പുതിയൊരു യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിന്റെ അതിനൊക്കെ ധാരാളം അതിന്റെ ഒരു സ്വഭാവത്തിലൊക്കെ ധാരാളം ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒക്കെ കുറവായിരിക്കും. അത് ഇപ്പം എന്താ പറയാ, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണ് മിക്കവാറും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം എന്താ പറയാ, പലതും ടിസ് ഡീംഡ് ആണ്. പക്ഷെ അതിന്റെ എന്താ പറയാ ഒരു ഡിസ്റ്റിങ്ക്റ്റ് കാറ്റഗറിയിൽ അത് പെടുന്നതാണ്. അത് അങ്ങനെ വരുന്നുണ്ട്. ആ ഒരു പവേഴ്സും അതിന്റെ ഓപ്പറേഷണൽ സ്ട്രക്ചേഴ്സും ഒക്കെ ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നു വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഇപ്പം നിലവിലുള്ള യൂണിവേഴ്സിറ്റി വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അക്കാഡമിക് ഓട്ടോണമി ഉള്ളൊരു സ്ഥാപനം ഇല്ല കേരളത്തിൽ. കലാമണ്ഡലത്തിന്റെ അത്രയും അക്കാഡമിക് ആൻഡ് ആർട്ടിസ്റ്റിക് ഓട്ടോണമി ഉള്ള സ്ഥാപനം ഇല്ല. സാമ്പത്തികമായ പ്രശ്നം ഉണ്ടാവാം, ബട്ട് വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് കാലം മുമ്പ് തൊട്ടിട്ടുള്ള ആവശ്യമാണല്ലോ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റണം എന്നുള്ള, കുറെ വർഷങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ളൊരു ആവശ്യമാണ്. ഇപ്പോഴും എന്താണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്? ബില്ല് ഇവിടുന്ന് ആക്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. സർക്കാരിനും അതിനകത്ത് സർക്കാരിന്റെ പരിഗണനയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇവിടുന്നാണ് നമ്മൾ ആക്ടൊക്കെ നമ്മൾ ഇവിടുന്നൂടെ വർക്ക് ചെയ്താൽ കൊടുത്തിട്ടുള്ളത്. അതിന്റെ പരിഗണനയിലാണ് എന്ന് പറയുന്നു. അത്രയൊന്നും ഉറപ്പ് എന്നാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല.
ഈ കലാമണ്ഡലത്തിന്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിലൊരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് തുടങ്ങുകയും വേറെ മുളകുന്നത്തുകാവിൽ തുടങ്ങുന്നു ആദ്യം, പിന്നീട് ഇവിടെ തന്നെ നിളയുടെ അടുത്ത് വേറൊരു സ്പേസിൽ തുടങ്ങുന്നു, അതിനുശേഷം ഈ ക്യാമ്പസിലേക്ക് വലിയ ബൃഹത്തായ ഒരു ക്യാമ്പസിലേക്ക് വരുന്നു, ഒരുപാട് ഗംഭീരമായിട്ടുള്ള സ്ട്രക്ചേഴ്സ് വരുന്നു, ഇതിന് ആവശ്യമായ രീതിയിലുള്ള കളരികൾ ഉണ്ടാവുന്നു, നിളയുടെ തീരത്ത് പണി കഴിപ്പിച്ച് ഈ ഒരു സ്പേസ് ഒരു കലയെ സംബന്ധിച്ച് എപ്പോഴും അതിൻ്റെ ഒരു സ്പേസും കൂടി അതിൻ്റെ ഭാഗമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ കണ്ടു, ഇതിൻ്റെ മുൻവശം പൊതുജനങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ പാകത്തിന് ഇതിൻ്റെ തുറന്നു കൊടുക്കാനുള്ള ചില പദ്ധതി, അതിൻ്റെ ഒരു സ്ട്രക്ചറിലുള്ള ഒരു ചെറിയ ചേഞ്ച്. ഈ സ്പേസ്, ഈ ഒരു എൻവയൺമെന്റ് എങ്ങനെയാണ് ഇവിടുത്തെ പഠനത്തിനെ, ഇപ്പൊ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മളുടെ ഈ കലാമണ്ഡലവും ഈ നിളയും ഈ സ്പേസും ഇതിൻ്റെ ഒരു എക്കോളജിയും ഒക്കെ ഇതിനെ എങ്ങനെയാണ് എൻറിച്ച് ചെയ്യുന്നത്? ഇത് വളരെ എന്താ പറയുക നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പേസ് ആണല്ലോ. അപ്പം മാത്രമല്ല നമ്മുടെ ഒരു പഴയ ഒരു സ്ട്രക്ചർ അനുസരിച്ച് കളരി എന്ന് പറയുന്ന സമ്പ്രദായത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കളരി അതൊരു രാവിലെ തുടങ്ങും, രാവിലെ 5 മണിക്കൊക്കെ തുടങ്ങും, അതിൻ്റെ ഒരു സാധകം ആ രീതിയിൽ തുടങ്ങും. പിന്നെ ഇതൊരു എന്താ പറയുക ഒരു ഹാംലെറ്റ് ആണ് ഇത് ബേസിക്കലി. ഒരു ഹാംലെറ്റിനുള്ളിൽ തന്നെ വരുന്നു, പഠിക്കുന്നു. പക്ഷെ അതിനകത്ത് ഇപ്പം പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഒരു എന്താ പറയുക ഇത് ഓപ്പൺ അപ്പ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും എന്താ പറയുക ഒരു ഇതിനകത്ത് വരാവുന്ന ഇവിടെ ലോക്കലായിട്ടുള്ള പലർക്കും അറിയില്ല. ഇതൊരു ക്ഷേത്രമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ കൂത്തമ്പലം എന്നൊക്കെ പറയുന്നോണ്ടാവാം ഇതിനകത്ത് കയറാൻ പാടില്ല, കയറാൻ അനുവദിക്കില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരു മാസത്തെ ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലുള്ള എത്ര പേര് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 20-10% 15 പേരെ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് വരുന്നവര്. 10% വരെ ഉണ്ടാവും. അതർവൈസ് ദേ വിൽ ബി എംപ്ലോയി സംഭവം ഇവിടെയായിട്ട് കണക്ഷൻ ഉള്ളവരായിരിക്കും. അല്ലാത്തൊരു പൊതുജനങ്ങളുടെ ഒരു വരവ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. കാരണം അത് ഇപ്പൊ ഓപ്പൺ അപ്പ് ചെയ്യാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഥകളി നമ്മുടേതല്ല എന്ന് പറയുന്ന പോലെ തന്നെ കലാമണ്ഡലവും നമ്മുടേതല്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടാവും. അതെ, പ്രാപ്യമല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവാം. അത് നമുക്ക് നാട്ടുകാരുടെ പെർസെപ്ഷൻ എന്താ നമുക്ക് അറിയില്ലല്ലോ. ആ ഒരു കാര്യമുണ്ട്. പക്ഷേ അത് ബോധപൂർവം തന്നെയാണോ അതിലേക്ക് ആളുകളെ ബോധപൂർവ്വം ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഓപ്പൺ ഡേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ വർഷം. ഒരു ദിവസം ഒരു ഓപ്പൺ ഡേ, ആർക്കും വരാം, കാണാം. അത് അനൗൺസ് ചെയ്യാനൊക്കെ. പിന്നെ നിള ഫെസ്റ്റിവൽ ഇപ്പൊ വരുന്നുണ്ട്. നിള ഫെസ്റ്റിവൽ വരുന്നുണ്ടെങ്കിൽ അത് സാധാരണ അനൗൺസ് ചെയ്യാറുണ്ട് ആൾക്കാര്. അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിന്നെ അങ്ങനെ ഇപ്പൊ ഇത് ഗാർഡനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ അറിയില്ല എന്നാലും. പക്ഷെ എന്നാലും നമ്മളൊരു ഈ ഒരു ക്യാമ്പസ് എന്ന് വെച്ചാൽ വെരി ഇൻസ്പയറിംഗ് ക്യാമ്പസ്. കുട്ടികൾക്കും നേച്ചറും ഒക്കെ ആയിട്ട് അത് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്. കാരണം പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ പലപ്പോഴും നമ്മൾ മരങ്ങളൊക്കെ മുറിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അപകടകരമായ മരങ്ങൾ പഴയകാലം വീണ് കഴിഞ്ഞാൽ പ്രശ്നമാകും. ഏതെങ്കിലും കുട്ടികൾ നടക്കുന്ന സ്ഥലമാണേ. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമൊക്കെ സംഭവിക്കും, അവരുടെ കുട്ടിയുടെ ഭാവിയോട് നോക്കണ്ടേ. പിന്നെ ആവശ്യം പോലെ പാമ്പുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാന്നുള്ളൊരു അതും ഒരു വലിയ ടാസ്ക് ആണ്. എന്നിരുന്നാൽ തന്നെയും നമ്മളിപ്പോ ഒരു ഇറ്റ് ഈസ് എന്താ പറയുക വേറൊരു ഗ്രാമമാണ് ബേസിക്കലി. ഒരു വില്ലേജ് എന്ന രീതിയിൽ നമുക്ക് ആ രീതിയിൽ വളരെ സത്യത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂൺ ലൈക്ക് സംഭവം ഉള്ളത് കൊണ്ട് ഈ ഇൻക്ലൂസീവിറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള എല്ലാത്തരം റെപ്രസെന്റേഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് മനോഹരമായിട്ട് മാറുമായിരുന്നല്ലേ. അല്ല, റെപ്രസെന്റേഷൻ ഇങ്ങനെ എന്താ പറയാ വരുന്നുണ്ട്. പുതിയ കമ്പാരിറ്റീവ്ലി അങ്ങനെ ഒരു എന്താ പറയുക റെപ്രസെന്റേഷൻ പലപ്പോഴും അത് എന്താ പറയാ അത് വർക്ക് ചെയ്യുന്ന മറ്റ് ചില സ്പിയറുകളിലൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോഴുള്ള ഒരു അല്ലെങ്കിൽ പേട്രണേജിന്റെ പ്രശ്നങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു പുതിയ കുട്ടികളായിട്ട് തന്നെ ഡീൽ ചെയ്യണം. അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വിഷ്വൽ കൾച്ചറിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് യുഗത്തിനകത്ത്, ഇന്റർനെറ്റ് യുഗത്തിൽ, ഓൺലൈൻ യുഗത്തിനകത്ത് നമ്മളിപ്പോഴും ഇത്തരം ക്ലാസിക്കൽ കലകളുടെ സ്റ്റേജ് പെർഫോമൻസുകളും അത്തരം പെർഫോമൻസുകളൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങൾ നിൽക്കുന്നത്. പുറത്ത് ലോകം എന്ന് പറയുന്നതിൻ്റെ വിഷ്വൽ കൾച്ചർ അതിഭീകരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, നൈമിഷികമായി മാറുന്നു, ചെറിയ രീതിയിലേക്ക് സ്ക്രോൾ ചെയ്യാവുന്ന, മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയുന്നു. ആ സമയത്താണ് നമ്മൾ മണിക്കൂറുകൾ നീളുന്ന ഒരു പെർഫോമൻസിന്റെ ഒരു സ്ഥാപനമായിട്ട് ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇനിയുള്ള കാലത്ത് കൂടാനാണ് സാധ്യത എന്ന് തോന്നുന്നു.
എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അറിവിലേക്കും കൂടി ഒരു കാര്യം പറയാം. അപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ കലാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയെ ഒരു പൊതുജനത്തിന് കിട്ടുന്നുള്ളൂ. അതിലും നിലവാരമുള്ള അല്ലെങ്കിൽ നല്ല ഒരു എന്താണ് കലാമണ്ഡലം എന്ന് പറയുന്ന സംഗതികളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെയും കൂടെ ലഭ്യമാക്കാനുള്ള ഒരു എഫേർട്ട് കലാമണ്ഡലത്തിന്റെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവും. ഇത് പുറത്തുള്ള ആളുകളൊക്കെ അവർക്കറിയാവുന്ന രീതിയിലൊക്കെ ഇടുന്ന കുഞ്ഞു സംഗതികളേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഇനി അനുഭവിക്കേണ്ടി വരില്ലേ സത്യത്തിൽ ഈ വിഷ്വൽ കൾച്ചറിൽ വരുന്ന മാറ്റം? അല്ല, അത് അനുഭവിക്കേണ്ടി വരില്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾറെഡി ഉണ്ട്, അത് ആ ഒരു വിഷയം ഉണ്ട്. അത് ഇന്നും ഇന്നലെ അല്ല, നമ്മളിപ്പോ ഒരു കുറച്ചു കാലമായിട്ട് ടെക്നോളജിയുടെ വരവോടുകൂടി അത്, പക്ഷെ അതിനെ എൻകൗണ്ടർ ചെയ്യാൻ നമ്മളൊരു പുതിയ സ്ട്രാറ്റജികൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് കാരണം ഒന്നാമത് ഇപ്പം ഈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, കാരണം പുതിയ തലമുറയിലേക്ക് ഈ ഫോം ചെല്ലണം. പുതിയ തലമുറയിലേക്ക് ഒരിക്കലും ഈ ഫോം പഴയ രീതിയിൽ ചെല്ലില്ല. അതിന് നമ്മളൊരു പുതിയ സ്ട്രാറ്റജി ഉണ്ടായാൽ പറ്റുള്ളൂ. ആദ്യം പറഞ്ഞല്ലോ, കാരണം നമ്മളിപ്പോ ഒരു 19ാം നൂറ്റാണ്ടിലെ രീതികളുടെ തുടർച്ചയായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വന്ന് നടക്കുന്നു പോകുന്ന ഈ ഒരു സമ്പ്രദായത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പുതിയ തലമുറയുടെ ഇമാജിനേഷനെ നമുക്ക് ഇവോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആർട്ട് ഫോമും നിൽക്കാൻ പോകുന്നില്ല. അതെ, എത്ര ക്ലാസിക്കലാണെന്ന് പറഞ്ഞാലും നിൽക്കില്ല. നിൽക്കാൻ ഇറ്റ്സ് എ ഫാക്ട്, നിൽക്കില്ല അത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയ ഓഡിയൻസിന് ഉണ്ടാവണമെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഇതിനൊരു താല്പര്യം ഉണ്ടാവണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മാത്രമല്ല, ഈ എല്ലാ ആർട്ട് ഫോമിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വി ഷുഡ് എൻജോയ് ഇറ്റ്. നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യാതെ ഒരു ഫോം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ആ എൻജോയ്മെന്റ് ഫാക്ടറാണ് ഇവിടെ കാര്യം. ആ എൻജോയ്മെന്റ് ഫാക്ടർ എനിക്കില്ലാത്തിടത്തോളം ഒരു ഓഡിയൻസ് എന്നിൽ നിന്ന് ഒരു എൻജോയ്മെന്റ് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ അതിലേക്ക് ഇമേഴ്സീവ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനനുസരിച്ച് പുതിയൊരു ജനറേഷൻ, ഇവിടെ നിന്ന് ഇറങ്ങുന്ന ജനറേഷൻ നമ്മൾ പ്രാപ്തമാക്കി എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലും മാനവികതയുടെ അംശങ്ങളുണ്ടെന്ന് ഒരു കൺവിക്ഷൻ നമ്മൾ ഈ നമ്മുടെ ഒരു പെഡഗോഗിയിലൂടെ കൊടുക്കേണ്ടത്. ഇതും ഒരു മാനവികമായ ഇതൊരു ആവിഷ്കാരമാണെന്നും ഇത് ഒരിക്കലും അമാനവികമായ ഒന്നല്ല എന്നിവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കാരണം കഥകളി കാണുമ്പോൾ ഇവോക്ക് ചെയ്യുന്ന മാനസികമായ ഒരു സെൻസോറിയൽ ഫീൽ എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു ഹ്യൂമാനിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ കാണാനുള്ളൊരു മനസ്സുള്ള ആൾക്കാരെ നിർമ്മിക്കുക. മാത്രമല്ല ഇതിനകത്ത് എത്രയായാലും ശരി നമ്മൾ ഇതിനെ പലപ്പോഴും പല നിലവിലുള്ള എന്താ പറയുക ടാബൂസിൽ നിന്ന് ലിബറേറ്റ് ചെയ്യണം. അത് മറ്റു ചില ഒരു കൺവിക്ഷൻസിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ഒരു സംവിധാനം സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു നിലവിലുള്ള ഒരു കോഴ്സ് സിസ്റ്റത്തിന് അപ്പുറത്തായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം BA കഥകളി പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കൂടെ തന്നെ BA കഥകളി പഠിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ BA മലയാളത്തിന്റെ കൂടെ അല്ലെങ്കിൽ BA ആന്ത്രപ്പോളജിയുടെ കൂടെ ഇത് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അതിലുപരി നമ്മൾ ഇത് ഒരു ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള സ്റ്റഡീസ്, സോഷ്യോളജി, ഹിസ്റ്ററി, ഇതുമൊക്കെ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ഇല്ലാതെ ഇത് ഉണ്ടാവുമ്പോഴാണ് കാരണം പലപ്പോഴും നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ മൂല്യം എപ്പോഴാണ് മനസ്സിലാക്കുന്നത്, മറ്റ് സബ്ജക്റ്റുകൾ അറിയുമ്പോഴാണ്. അതെ, ഉറപ്പായിട്ടും. അതിനുള്ളൊരു അവന്യൂ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യണം. കാരണം ഇപ്പം ആന്ത്രപ്പോളജി പഠിക്കുന്നുണ്ടെ ഒരു ആവിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു നരവംശാസ്ത്രപരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് മേഖലയിൽ ഇത് എങ്ങനെയാണ് നിലകൊള്ളുന്നത് അതിനെ പ്ലേസ് ചെയ്യാൻ കഴിയണം. അതേപോലെ ധാരാളം ഗവേഷണത്തിനൊക്കെ ധാരാളം സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ഗവേഷണങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കുറച്ചേ നടന്നിട്ടുള്ളൂ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ തുച്ഛം കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും. പിന്നെ കൂടുതൽ നടന്നിട്ടുള്ള കമ്പാരിറ്റീവ് പ്രൊപ്പോർഷനേറ്റ്ലി ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണ്. ഇതിനെക്കുറിച്ചുള്ള അതാണ് വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരിയാണ്. കാരണം ഇവിടെ പഠിപ്പിക്കുന്ന കലകളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള അതേപോലെ തന്നെ കലാകാരനല്ല സംസാരിക്കുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. ആർട്ടിസ്റ്റ് ഷുഡ് സ്പീക്ക്. കാരണം കൈകാര്യം ചെയ്യുന്ന കലയുടെ പ്രാക്ടീസ് ചെയ്യുന്ന കലയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ മൾട്ടി ഡൈമെൻഷൻസ്
he should know and he should be able to speak. അങ്ങനെ ഈ കലകളെ ശാക്തീകരിക്കാൻ പറ്റും. അതിന് അക്കാദമിക് ആയിട്ടുള്ള അതാണ് നേരത്തെ പറഞ്ഞത്, അറിവും അഭ്യാസവും ഒരുമിച്ച് പോവുകയും മാത്രമല്ല അറിവിന്റെ മറ്റ് മേഖലകളിലേക്ക് ഈ കലകളെ കൊണ്ടുപോകാൻ പ്രാപ്തനാവുകയും അതിനനുസരിച്ച് ഉള്ള പഠനങ്ങൾ, ഒരു സാമൂഹിക അധിഷ്ഠിതമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാവണം. കാരണം നമ്മൾ ഈ കഥകളി പെർസെ നമ്മളൊന്നും പഠിക്കാനില്ല. അതിനകത്ത് അതിൻ്റെ ഒരു ക്രാഫ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ടെക്നോളജിയെ കുറിച്ചോ ടെർമിനോളജിയെ കുറിച്ചോ അല്ല അതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു പ്രോട്ടോകോൾസിനെ കുറിച്ചോ നമുക്ക് പഠിക്കാം, ചെയ്വനെ കുറിച്ച് പഠിക്കാം. പക്ഷേ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, അത് നിർമ്മിച്ചിട്ടുള്ള ഒരു എസ്തെറ്റിക്സ് ഉണ്ട്, അത് നിർമ്മിക്കുന്ന ധാരാളം കോൺഫ്ലിക്റ്റുകളുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ പഠിക്കാതെ ഇതിനെ കുറിച്ചുള്ള പഠനം ശരിയാവില്ല, പൂർത്തിയാവില്ല. മാത്രമല്ല അതിന്റെ പഠനത്തിലൂടെ മാത്രമാണ് പലപ്പോഴും നമ്മളൊരു ഇതിനെ എങ്ങനെ നമ്മളിത് എന്താ പറയുന്ന ഒരു പുതിയ അല്ലെങ്കിൽ ക്യൂറിങ് എങ്ങനെ, അല്ലെങ്കിൽ ഒരു പരിഹാരം, അല്ലെങ്കിൽ ഒരു ചെയ്യാൻ കഴിയോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാന് ഒരു തരത്തിലൊരു പരിഹരിക്കുക എന്നുള്ളത്, റിസോൾവ് ചെയ്യുക എന്നുള്ള റെസൊല്യൂഷനൊക്കെ പലതും നമുക്ക് എത്താൻ കഴിയുള്ളൂ. കാരണം ഇത് ബേസിക്കലി നമ്മളിത് ഒരു ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പഠനം നടക്കേണ്ടത് അത് കൊണ്ടുവരുന്ന സൊസൈറ്റിയെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ചുമാണ്, അത് കാണുന്നവരെ കുറിച്ചുമാണ്. അത് സംഭവിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഫോമിൻ്റെ ഒരു എന്താ ലാവണ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നൊരു പരിചയമുണ്ട്. അത് ഇങ്ങനെ അതിൻ്റെ ഒരു പലപ്പോഴും അതൊരു വേറൊരു എക്സസൈസായിട്ട് മാറും. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് പൊളിറ്റിക്കൽ ആവണം. അത് കാരണം ഒരു നല്ല കല എപ്പോഴും പൊളിറ്റിക്കലാണ്. മാത്രമല്ല അതിനെക്കുറിച്ചുള്ള പഠനവും ആ രീതിയിൽ തന്നെ പോവേണ്ടതുണ്ട്. ഇപ്പൊ ഈ 4 വർഷത്തെ കോഴ്സ് മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഡിഗ്രി കോഴ്സുകൾ ആ രീതിയിലേക്ക് മാറിയല്ലോ. അപ്പൊ സത്യത്തിൽ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന സയൻസും ഹ്യൂമാനിറ്റീസും തമ്മിലുള്ള ഡിവിഷൻ പോലും ഓപ്ഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ കലാമണ്ഡലത്തിന്റെ കോഴ്സുകൾക്ക് അത്തരം സാധ്യതകളുണ്ടോ? അങ്ങനെ നമ്മുടെ ഇവിടെ മാറിയിട്ടുണ്ട്. ഈ വർഷം മുതൽ 4 ഇയർ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആന്ത്രപ്പോളജി ഒക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആന്ത്രപ്പോളജിയും പിന്നെ എസ്തെറ്റിക്സും ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 2 മേജർ പ്രോജക്റ്റുകൾ എന്ന് വെച്ചാൽ അടുത്ത വർഷം മുതൽ നമ്മൾ ഡ്യുവൽ ഡിഗ്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരേ സമയത്ത് തന്നെ 2 ഡിഗ്രിക്ക് പഠിക്കാനുള്ള സംവിധാനം. കാരണം അടുത്ത വേറെ ഡിഗ്രിയെ നമ്മൾ ശല്യം ചെയ്യാതെ ബുദ്ധിമുട്ടിക്കാതെ അതിൻ്റെ തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ രണ്ടാമതൊരു ഡിഗ്രി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അടുത്ത വർഷം നമ്മൾ കൾച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു 4 ഇയർ BA തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അംബീഷ്യസ് പ്ലാനാണ് ഒരു സ്കൂൾ ഓഫ് കലാമണ്ഡലം സ്കൂൾ ഓഫ് അല്ലെങ്കിൽ കോളേജ് ഓഫ് ലിബറൽ ആർട്സ്. ഒരു ലിബറൽ ആർട്സിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു കുട്ടിക്ക് ഇപ്പം എന്താ പറയാ എസ്തെറ്റിക്സ്, കാരണം ഇറ്റ് വിൽ ബി എ കൈൻഡ് ഓഫ് വി വിൽ ഗീവ് എ കൈൻഡ് ഓഫ് എന്താ പറയാ ബൊക്കെ ഓഫ് കോഴ്സസ്. ഓക്കെ, അതിനകത്ത് ഹി ക്യാൻ ടേക്ക് ഇറ്റ്. അപ്പൊ ആ രീതിയിൽ ഇപ്പം ഒരു പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് കോഴ്സസ് ഒരു പ്രത്യേക കോഴ്സിൽ എടുക്കാം. അങ്ങനെ ഉദാഹരണത്തിന് ഇപ്പൊ മണ്ടത്തരാണെന്ന് അറിയില്ല, അതിനകത്ത് സയൻസിന് സാധ്യത ഉണ്ടോ? ജനറൽ സയൻസിന് നമുക്ക് സാധ്യതയുണ്ട്. അപ്പൊ അതിപ്പോ നമുക്കൊരു കൊളാബറേറ്റീവ് ലെവലിലാണ് ഇപ്പൊ അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഇവിടെ കേരളത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ അതൊരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ ലിബറൽ ആർട്സ് വരുന്ന എസ്തെറ്റിക്സ്, ഫൈൻ ആർട്സ്, ഡ്രോയിങ്, കമ്മ്യൂണിക്കേഷൻ, ഫിലിം, പെയിന്റിങ്, അപ്പൊ ഇതെല്ലാം കൊണ്ടുവരാം നമുക്ക്. അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസ്, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, ഇങ്ങനെയെല്ലാം ആ ഒരു പല പല സബ്ജക്റ്റുകൾ നമ്മൾ കൊണ്ടുവരികയും തിയേറ്റർ, പെർഫോമൻസ് സ്റ്റഡീസ് അപ്പൊ അതിനോട് കൂടി ചേർന്ന് ഇവിടുത്തെ സബ്ജക്റ്റുകൾക്ക് വേറെ പുതിയ ഡയമെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ധാരാളം സ്കോപ്പ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ പിന്നെ അതിനൊപ്പം തന്നെ ഈ കൾച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൂടെ വരുന്ന ഉടനെ ഐ തിങ്ക് ഡിഫറെന്റ് എക്സ്പോഷേഴ്സ് വിൽ ബി അവൈലബിൾ ഓൺ ദി ക്യാമ്പസ്. ആ രീതിയിൽ നമുക്കിപ്പോൾ ഒരു പുതിയ കമ്മ്യൂണിറ്റിയെ നമുക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പുതിയൊരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് നമുക്ക് കൊണ്ടുവരികയും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക കഥകളി പഠിക്കുന്ന ഒരു കുട്ടി ഷുഡ് ലേൺ ഡിജിറ്റൽ ആർട്സ്. അപ്പം അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് AI ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മളിപ്പം കഥകളി മുദ്രകളെ നമ്മൾ റീഡ് ചെയ്ത് മറ്റേ സബ്ടൈറ്റിൽ കൊടുക്കാനുള്ളൊരു പ്രോജക്റ്റ് ഇപ്പം
തുടങ്ങിയിട്ടുണ്ട്. അതായത് IIIT ഇല്ലേ, കോട്ടയത്തുള്ള ഇന്ത്യൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു മുദ്ര കാണിക്കുന്നതാണ് അത് എന്താണത്, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ആ ഒരു ഗസ്റ്റർ എന്താണ് നമ്മൾ അവിടെ സ്ക്രീനിൽ വരുന്ന രീതിയിലൊരു സംഗതി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു രീതിയിലേക്ക് നമ്മളൊരു ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ നമ്മളിപ്പം ചിൽഡ്രൻസ് തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഈ ചിൽഡ്രൻസിന് വേണ്ടിയുള്ള ഒരു കഥകളി അപ്രീസിയേഷൻ, ആ രീതിയിലുള്ള അതിൻ്റെ കൂടിയാട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഒരു ബേസിക് ലെവലിൽ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള ചില പദ്ധതികൾ നമ്മളിങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു കൾച്ചർ ഇൻഡസ്ട്രി ഇൻക്യുബേഷൻ സെൻറ്റർ തുടങ്ങുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കൾച്ചർ ഇൻക്യുബേഷൻ സെൻറ്റർ ഇവിടെ വരുന്ന, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി, ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ നമ്മൾ അതിനുള്ളൊരു ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ് ഇവിടെ അതിപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഡിസ്കഷൻ അടുത്ത മാസം നടക്കാൻ പോവാണ്. അങ്ങനെ വരുന്നത് നമുക്ക് അതിന് വേണ്ട ഡിസ്കഷൻ സ്പേസുകൾ, ലാബ് മീൻസ് സ്റ്റുഡിയോസ്, ഇവിടെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇഫ് യു വാണ്ടഡ് ടു സ്റ്റാർട്ട് എ ന്യൂ കമ്പനി ഫോർ ഒരു പെർഫോമൻസ് കമ്പനി തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കം ഹിയർ ആൻഡ് വിൽ സപ്പോർട്ട് യു. അങ്ങനെ ഓരോ കമ്പനികൾ ഇപ്പോൾ ഒരു പെർഫോമൻസിന് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം, ഒരു കൊറിയോഗ്രാഫിക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി വിൽ ഡു ഇറ്റ്. സെയിം വേ നമ്മളിപ്പോൾ ഒരു രണ്ട് തരത്തിലിപ്പോൾ ഒരു ഇൻഡസ്ട്രി ഇൻക്യുബേഷനും പ്രോഡക്റ്റ് ഇൻക്യുബേഷനും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഒരു ആർട്ടിസ്റ്റ് വന്ന് പറയുന്നു, ഐ ഹാവ് ആൻ ഐഡിയ, ഐ വാണ്ടഡ് ടു മേക്ക് എ പെർഫോമൻസ്. We will provide them rehearsal space. We will provide them recording studio, and at the same time, if there is any financial support available to promote them, that also will be provided by us through, that means from Government of Kerala. അങ്ങനെ ഒരു പ്രപ്പോസൽ നമ്മളിങ്ങനെ പൈപ്പ്ലൈനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൾ ഇൻ ദി ഇനിഷ്യൽ ഡിസ്കഷൻ സ്റ്റേജിലാണ്. ഞാനൊരു ആശങ്കയും കൂടെ അതിന്റെ കൂടെ പങ്കുവയ്ക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിറ്റുവേഷനകത്ത് കല മാത്രമല്ല എല്ലാത്തരം കലകളും, ഇപ്പോൾ പോപ്പുലർ ആർട്ടായിട്ടുള്ള സിനിമേൻ്റെ അകത്ത് നടക്കുന്ന ഇൻ്റർവെൻഷൻസ് നമുക്ക് മനസ്സിലാവും, തിയേറ്ററിനകത്ത് നടക്കുന്ന അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസ്, റൈറ്റ് വിങ് ഇൻ്റർവെൻഷൻസ് നമുക്ക് മനസ്സിലാവും. ഇതുപോലുള്ള കലകളും അത്തരത്തിലുള്ള ബ്രാൻഡിങ്, അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, ആ ഒരു കാലഘട്ടം ഭയങ്കര ഓപ്പൺ ആയിരുന്നു, സെക്യുലർ ആയിരുന്നു. അത് ഭയപ്പെടുത്തുന്ന ഒന്നാണോ ഇപ്പം തിരിച്ച്? അത് ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ അതിന് വഴങ്ങിയാൽ പ്രശ്നമാണ്. നമ്മൾ അതിന് കാരണം നമ്മളെ ഈ കലകളുടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. കാരണം ഇതിനെ ഹൗ ക്യാൻ വി ലുക്ക് അറ്റ് ദീസ് ഫോംസ് വിത്തൗട്ട് ഫെയ്ത്ത്? ഓക്കെ, അത് ഫെയ്ത്ത് ഇല്ലാതെ നമുക്കൊരു പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ നോക്കാൻ കഴിയും? അതേപോലെ തന്നെ how can we see this without a revivalist approach? ഒരു റിവൈവലിസത്തിൻ്റെ അപ്രോച്ച് അല്ലാതെ, മാത്രമല്ല പഴയത് നന്നായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെ ആ ഒരു കാരണമുണ്ടല്ലോ. കാരണം ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു റിവൈവലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ പലപ്പോഴും. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഇല്ലില്ല. കാരണം വാട്ട് ഈസ് അറ്റ് പ്രസന്റ് ബിഫോർ us, ദാറ്റ് ഈസ് റിയാലിറ്റി. ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ കഥകളിയെയും കൂടിയാട്ടത്തെയും കാണുക എന്നുള്ളതാണ്. അല്ലാതെ, കാരണം ഈ ടെക്നോളജിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ, നമ്മൾ മാറിയ മനുഷ്യൻ്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഒരു മനുഷ്യനായി നമ്മൾ ഈ ഒരു കലയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമുണ്ട്, ബി എ ഹ്യൂമൻ ബീയിങ് ഫസ്റ്റ് and become an artist second. ഓക്കെ, അപ്പം ആ ഒരു ഇതിലാണ് ഏതൊരു സ്ഥാപനവും, ഒരു കലാസ്ഥാപനവും നിലനിൽക്കേണ്ടത്. ആ ഒരു കൺവെക്ഷനിൽ മുന്നോട്ട് പോകാനാണ് ഒരു 100 വർഷം കഴിയുമ്പോഴും കലാമണ്ഡലം നിൽക്കേണ്ടത്. അതും ആ ഒരു കൺവെക്ഷനിലാണ് തുടങ്ങിയത്. ഓക്കെ, കലാമണ്ഡലം വിഭാവനം ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസിക്കൽ കലകൾ, പ്രത്യേകിച്ച് കഥകളിയിൽ ബേസ് ചെയ്തിട്ടാണല്ലോ തുടങ്ങുന്നത്. അതിൻ്റെ ഒറിജിനൽ ഫോമിനെ
അതേ രീതിയിൽ നിലനിർത്തുക എന്നുള്ളൊരു ആഗ്രഹമോ ആശയമോ ഒക്കെ ഈ പറയുന്ന വള്ളത്തോളിനും മുകുന്ദരാജയ്ക്കൊക്കെ ഉണ്ടായിരുന്നോ? അപ്പം നമ്മൾ ഈ പിന്നീട് വന്ന കാലഘട്ടത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളും മുന്നോട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒരു വിഷനെ ബ്രേക്ക് ചെയ്യലായി മാറുമോ അത്? ഇല്ല, ഈ വള്ളത്തോളിൻ്റെ കാലഘട്ടം മുതൽ നമ്മൾ പരിശോധിക്കുന്നുണ്ടെ മനസ്സിലാവുന്ന ഒന്ന്, ഈ ഒറിജിനൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇറ്റ്സ് എ കൺസ്ട്രക്റ്റ്. അതൊരു നിർമ്മിതിയാണ് ബേസിക്കലി ഒറിജിനൽ എന്ന് പറയുന്നത്. കാരണം ഉദാഹരണത്തിന് ഇപ്പം വള്ളത്തോൾ ഇത് കലാമണ്ഡലം തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന അന്നത്തെ ആശാന്മാരെന്ന് പറയുന്നത് തകഴി കുഞ്ചുകുറുപ്പ്, അതേപോലെ പിന്നീടാണ് പട്ടിക്കാൻതുടിയൊക്കെ വരുന്നത്. അങ്ങനെ വളരെ വിഭിന്നമായ മേഖലകളിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടാണിത് ഈ ഒരു കലാമണ്ഡലം തുടങ്ങുന്നത് തന്നെ. അങ്ങനെ വരുമ്പോൾ തന്നെ പലപ്പോഴും എന്താ പറയുക, ഒരു എന്താണ് ഫോം എന്നത് ഇവിടെ നിർമ്മിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ പല പല കോണ്ടെക്സ്റ്റുകളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അത് നിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ അതിന് പലപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ഫോമിലുപരിയായിട്ട് അതിൻ്റെ പ്രോട്ടോകോൾസാണ്. ഓക്കെ, അത് ആ ഒരു പ്രോട്ടോകോൾസ് ഒരു ഫോമിനെ നിർമ്മിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിലൂടെ വരികയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടിക്കാൻതോടി വരുമ്പോഴും ഇവിടെ പഠിപ്പിക്കാൻ വരുമ്പോഴും അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു, രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഞാൻ എപ്പോഴും പട്ടിക്കാൻതോടിയെ കമ്പയർ ചെയ്യുന്ന സ്റ്റാൻസിലാണ്. കാരണം അദ്ദേഹം രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന് അഭ്യാസം, വാസന. അദ്ദേഹം അഭ്യാസത്തിൽ വിശ്വസിച്ചതാണ്. ദി സോ കാൾഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ടേം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്താ നമുക്ക് അറിയില്ല. പക്ഷേ ഈ അഭ്യാസം നമുക്കൊരു ക്രാഫ്റ്റിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പം ആ ഒരു ക്രാഫ്റ്റിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഫോമിനെ പഠിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് പിന്നീടത് ആ ഫോം നിലനിന്നോ അല്ലെങ്കിൽ ഒറിജിനൽ ആണെന്നോ അല്ലെങ്കിൽ ഒരിക്കലും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ കഥകളി എന്ന പറയുന്ന ഫോമിനെ നിലനിർത്തുക അല്ലെങ്കിൽ അതിനെ നർച്ചർ ചെയ്യുക എന്നുള്ള ഒരു പുതിയ പൊളിറ്റിക്കൽ കോണ്ടാക്സിൽ എങ്ങനെ വെക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നെങ്കിലും അത് ഇന്ന ഫോമാണ് എന്നുള്ളൊരു ഉണ്ടായിരുന്നു സംശയമാണ്. ഇതാണ് ഫോം എന്ന് പറഞ്ഞിരുന്നില്ല. അത് പറയാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു മാനുവൽ ഒന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഫോം ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് അത് ചെയ്തു വരുന്നത് പല രീതിയിൽ ചെയ്തു വരാം. ആ രീതിയിലാവാം അത് കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒരു മാറ്റവും സാധ്യമല്ലാത്ത ഒന്നല്ല. അല്ല, മാത്രമല്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല ഒരു ഫോം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ട്. അത് പ്രധാനമായിട്ടും അങ്ങനെ ഒരു ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ ഒരു പേട്രൻസ് ആയിട്ടുള്ള ആൾക്കാർ പലരും ആ ഒരു ആസ്വാദകർ ഒരു സമൂഹം ഉണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഇതിലൊന്നും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനൊരു നിഷ്കർഷകളില്ലാത്ത വേറൊരു തരത്തിലുള്ള ഒരു ആസ്വാദക സമൂഹവും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനെ അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഫോമിന്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഫ്രെയിം വർക്ക് നമ്മളെങ്ങനെ കൃത്യമായിട്ട് ഇതാണ് ഫോം. കാരണം ഓരോ ഫോമും ഓരോ ആക്ട് വരുമ്പോഴും ആ ഫോം മാറും. പക്ഷെ ബേസിക്കലി അതിൻ്റെ ചിട്ടവട്ടങ്ങളാണ് അതിനെ ഒരു ഫോമിനെ നിർണ്ണയിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം ഒരു ജാനറിനെ നിർണ്ണയിക്കുന്നത് തന്നെയാണല്ലോ. അതേപോലെ തന്നെ ഇത് ഈ കലാമണ്ഡലം തന്നെ ഇറ്റ് വാസ് എന്താ പറയുക, ആദ്യ കാലഘട്ടം കലാമണ്ഡലത്തിന് ഒരു നാടക കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഥകളിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. അപ്പൊ അങ്ങനൊരു തുടക്കത്തിൽ തന്നെ കലാമണ്ഡലത്തിൽ നാടക കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ നിന്നുപോയതാണ്. അപ്പൊ അങ്ങനെ ഇതിനു വേണ്ടി മാത്രം എന്ന് പറഞ്ഞ കാര്യമല്ല. ഇതിനപ്പുറത്തായിട്ടൊരു വീക്ഷണം ഉണ്ടായിരുന്നു. ഒരു വേള അന്നത്തെ ഒരു സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ആവാം ഈ മറ്റു പല ഫോമുകളെ ഇതിനകത്ത് കൊണ്ടുവരാനൊക്കെ വേണ്ട ബുദ്ധിമുട്ടുകളുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പം കോട്ടക്കൽ അപ്പോഴത്തെ അവർ കഥകളി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷെ അവർക്ക് ആദ്യം നാടക കമ്പനിയായിരുന്നു. കോട്ടക്കൽ നാട്യസംഘം ആദ്യം നാടകത്തിന്റെ ഒരു കമ്പനിയായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ കഥകളിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് തന്നെ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു മറ്റു ക്യാമ്പസുകളിലെ മാതിരി ഒരു യൂണിയനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സംവിധാനങ്ങളോ അത്തരം സംഗതികളൊക്കെ നിലനിൽക്കുന്നുണ്ടോ?
ഇവിടെ സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട്. ആ. സ്റ്റുഡൻസ് യൂണിയൻ വളരെ ആക്റ്റീവാണ്. Okay. ഈ അംബ ഫെസ്റ്റിവൽ നടത്തുന്നത് Students അടുത്ത 10 ഇവിടുത്തെ നമുക്ക് നല്ല സ്റ്റുഡൻസ് ആണ്. നല്ല വളരെ വെരി ഗുഡ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. പിന്നെ മാത്രമല്ല നമ്മൾ ഇവിടെ ഇപ്പം വളരെ കുട്ടികളൊക്കെ വളരെ എന്താ പറയുന്നത് അങ്ങനൊരു വളരെ നല്ല ബന്ധമാണ് കുട്ടികളുമായിട്ട്. ഓക്കെ. അതായത് വളരെ സ്നേഹത്തിലൂന്നിയ ഒരു ബന്ധമാണ്. വളരെ ഞങ്ങൾക്ക് കുട്ടികളെ ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഞങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ബന്ധമാണ് കുട്ടികളായിട്ടുള്ളത്. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇവിടുന്ന് നമ്മൾ 24 hours നമ്മൾ ഫെസിലിറ്റി ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഇൻഹൗസ് ഇല്ല. ഇൻഹൗസ് ഇല്ല. അത് വേണ്ടത് 300 കിലോ ദൂരമാണ്. PHC ഉണ്ട്. എപ്പോഴായാലും ശരി ഒരു ഡ്രൈവറും വണ്ടിയും എപ്പോഴും അവൈലബിൾ ആണ് ഇവിടെ. എപ്പോഴും രാത്രിയിലൊക്കെ മിക്കവാറും പോകാറുണ്ട്. കുട്ടികളെ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അതിനൊരു നേരത്തെ ഒരു മെഡിക്കൽ ഒരു ഫെസിലിറ്റി എന്ന് വെച്ചാൽ ഡോക്ടർ വരുമായിരുന്നു. എന്തുകൊണ്ടോ നിന്നുപോയി. അപ്പൊ അവരത് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ നോക്കുന്നുണ്ട്. കാരണം ഒരു ആഴ്ച 1-2 ദിവസമെങ്കിലും ഒരു ഫിസിഷ്യൻ വന്നിട്ട് നോക്കാനുള്ളൊരു സംവിധാനം. പിന്നെ ഒരു ചർച്ചയും കൂടെ കലാമണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാ. നോൺ വെജ് കൊടുക്കുന്നതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു വിവാദമൊക്കെ വായിച്ച ഓർമ്മയുണ്ട്. ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതെ, ഇപ്പൊ നോൺ വെജ് കൊടുക്കുന്നു. നോൺ വെജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ഒരു ഡിമാൻഡാണ്, കുറച്ച് കാലമായിട്ടുള്ള ഡിമാൻഡാണ്. കാരണം ഈ കുട്ടികൾ മാത്രം ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നതിനകത്തൊരു അനീതിയുണ്ട്. കാരണം എന്നും രാവിലെ ഇവിടെ ഫിഷുമായിട്ട് ആള് വരും, ഇവിടെ വെണ്ടേഴ്സ് വരും, ചിക്കനുമായിട്ട് വെണ്ടേഴ്സ് വരും. ഈ നമ്മുടെ ഈ ഹോസ്റ്റലിനടുത്തുള്ള റെസിഡൻസുകളിലൊക്കെ പലപ്പോഴും ഇതെല്ലാം കുക്ക് ചെയ്യും. ഇതിൻ്റെയൊക്കെ മണമൊക്കെ കെട്ടി കുട്ടികളോട് ഇങ്ങനെ ഇത് വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ദേ വാണ്ടഡ് സംതിങ്, പ്രോട്ടീൻ ആവശ്യമാണ്. ഇത്രയും അധ്വാനമുള്ള കുട്ടികൾക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പൊ അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇപ്പൊ നമ്മളിപ്പം മൊത്തത്തിൽ ഒരു മെനു ഒക്കെ ഒത്തിരി മാറ്റി. അപ്പൊ ചപ്പാത്തി ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ചപ്പാത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട, അതേപോലെ തന്നെ മറ്റേ ചിക്കൻ ബിരിയാണി, അതൊക്കെ അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട്. മൊത്തത്തിൽ മെനു ഒക്കെ മാറിയിട്ടുണ്ട്. കാരണം രാവിലെ ഇവിടെ എന്നും കഞ്ഞിയാണ്. നെയ്യിട്ട കഞ്ഞി മിക്കവാറും മറ്റേ ഇതിന്റെ സമയത്ത്, ഉഴിച്ചിലിന്റെ സമയത്ത്. അല്ല, ഇതൊരു വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ പറയാ, ഇറ്റ്സ് എ ഗിഫ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇവിടെ 100% ഫെലോഷിപ്പാണ്. എല്ലാ കുട്ടികൾക്കും ഫെലോഷിപ്പ് ഉണ്ട്. അത് വേറൊരു സ്ഥാപനത്തിനും കേരളത്തിലില്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് സംശയമുണ്ട്. 100% ഫെലോഷിപ്പ് ഉള്ള ഒരു സ്ഥാപനം. അപ്പം ആ രീതിയിൽ നമുക്ക് എന്താ പറയുക, സപ്പോർട്ടുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന്. ഏത് സമയത്തും അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട്. അത് ദാറ്റ് വി ഹാവ് ടു അപ്രീഷിയേറ്റ്. എത്രമാത്രം ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറവല്ല. ഞങ്ങൾക്കൊന്നും ശമ്പളം ഇല്ലെങ്കിൽ അതിനകത്ത് കുറവ്